എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സാം വൈ ഈസി എക്സാം മാർച്ച് 22 സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു എക്സാമിൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാം വൈ രണ്ട് ഗ്രൂപ്പിലും ഇംഗ്ലീഷ് സെയിം സിലബസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് പോവുക. അപ്പോൾ എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ ആൻസർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു ആൻസർ തെറ്റിക്കുമ്പോൾ അവിടെ 0.25 മാർക്സ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, കറക്കി കുത്തി തെറ്റിക്കരുത്. ഓക്കെ ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ 1, സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. താഴെ കൊടുത്ത 4 ഓപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ള വേർഡ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. മാത്തമാറ്റിക്സ്, 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 മാത്തമാറ്റിക്സ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റ് കണ്ടുപിടിക്കും. ഇതിപ്പോൾ അറിയാവുന്ന വേർഡ് ആയതുകൊണ്ട് ഓപ്ഷൻ 4 ആണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫെമിലിയാരിറ്റി, അതായത് നമുക്ക് അറിയുന്ന വേർഡ് ആണെങ്കിൽ ആ വാക്ക് 4 ഓപ്ഷൻസും വായിച്ചു നോക്കാം. 4 ഓപ്ഷൻസും വായിച്ചു നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് എന്താ, ഈ മാത്തമാറ്റിക്സിൽ എന്തായാലും കേട്ടിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി പരിചയമുള്ള വേർഡാണെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ അതിന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേർഡ് ഓപ്ഷൻ ഓരോ ഓപ്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഓരോ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളത് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ വാക്ക് കറക്റ്റ് വേർഡ് കറക്റ്റ് സ്പെല്ലിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിലാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്ത് പ്ലസ് മെറ്റിക്സ്. അപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന മാത്തമാറ്റിക്സ് എന്ന ആ ഒരു കംപ്ലീറ്റ് ഫോമിലൊക്കെ അത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ലെറ്റർ മിസ്സിംഗ് ആണ് ഫസ്റ്റ് ഓപ്ഷനിൽ. പിന്നെ എന്താ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മാത്ത പ്ലസ് മാറ്റിക്സ്. അവിടെ നമുക്ക് എന്താ വരുന്നത്, ഇവിടെ ഒരു ലെറ്റർ മിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ. ഇനി തേർഡ് ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ, അവിടെ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്ത പ്ലസ് മെറ്റിക്സ്. അപ്പോൾ അവിടെ എന്താ, നമുക്കിവിടെ എയും ഇയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ്. ഓക്കെ. ഇനി ഫൈനൽ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, മാത്ത് പ്ലസ് മാറ്റിക്സ്. അപ്പോൾ അവിടെ എന്താണ്, ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കാം. അതിലെന്ത് ചെയ്യുക, നമ്മൾ 3 ഓപ്ഷൻസ് നമ്മൾ ഏറ്റവും കറക്റ്റ് ആവില്ല എന്ന് തോന്നുന്ന 3 ഓപ്ഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയുള്ളതൊന്നും എന്തായിരിക്കും, നമ്മുടെ കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ. ഇവിടെ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണെന്ന് നോക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 2. ക്വസ്റ്റ്യൻ 2ൽ എന്താ ചെയ്യാനുള്ളത്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് എഗണി. എഗണി എന്ന വേർഡിന്റെ സിനോണിം. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ള വേർഡാണ്. താഴെ കൊടുത്ത 4 ഓപ്ഷൻസിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഗണി എന്ന വേർഡിന് സെയിം മീനിങ് വരുന്ന വേർഡ് കണ്ടുപിടിക്കുക. അതാണ് സിനോണിം. ഈ ഓപ്പോസിറ്റ് വേർഡ്, ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ആണ്, അതിന് പറയുന്നതാണ് ആന്റോണിം. ഓക്കെ. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ള വേർഡാണ്. ഇനി ഇതിൽ ഈ അഗണി ഇങ്ങനെ ഒരു വേർഡ് തരുമ്പോൾ ഈ ഒരു വേർഡിന്റെ മീനിങ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ വേർഡിന്റെ മീനിങ് എന്താണ്, എഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ആണ്. ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ ഉള്ള ഒരു പെയിൻ ആണ് എഗണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്, പെയിൻ ആണ്. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഇനി അങ്ങനെയല്ല എന്നുള്ള കേസിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു വേർഡിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി 3 ഓപ്ഷൻസ് നോക്കുക. അത് നമുക്ക് ഉറപ്പില്ല, അല്ലെങ്കിൽ നമ്മുടെ വേർഡിന്റെ മീനിങ് ആയിട്ട് ചേർന്ന് വരുന്നില്ല എന്ന് തോന്നുന്ന ബാക്കി 3 എന്ത് ചെയ്യുക, നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വേർഡിന്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, 4 ഓപ്ഷൻസിൽ ഒന്ന് പിക്ക് ചെയ്യുന്നു. ഇനി ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ള വേർഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കേസ് വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്ന വേർഡിന്റെ മീനിങ് അറിയാം, പക്ഷേ ഓപ്ഷനിലുള്ള 4 വേർഡ് അല്ലെങ്കിൽ ഓപ്ഷനിലുള്ള ഒരു വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കി 3 ഓപ്ഷൻസ് ആയിട്ട് നോക്കുക. അവിടെ നിങ്ങൾക്ക് മീനിങ് കറക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ബാക്കി 3 എലിമിനേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ആൻസർ, ബാക്കിയാവുന്ന ഒരു ആൻസറിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഒരു വേർഡാണ് ഇനോർമസ്. ഇനോർമസ് എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂജ് എന്നൊക്കെ മീനിങ് വരുന്നതാണ്. ഒരു വലുത്, ഇനോർമസ് ഹൗസ്
അല്ലെങ്കിൽ ഇനോർമസ് ക്വാണ്ടിറ്റി ഓഫ് ബുക്സ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇനോർമസിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ്സ് നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ സ്മോൾ ആണ്, അപ്പോൾ അതൊരിക്കലും എന്തല്ല ഇനോർമസിൻ്റെ സെയിം മീനിങ് വരുന്നതല്ല. ടൈനി, ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇനോർമസിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഹ്യൂജ്. ഇതെന്താണ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, അതും വലുതാണ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇനോർമസിൻ്റെ സിനോണിം എന്താണ്, ഹ്യൂജ്. നെക്സ്റ്റ് വേർഡാണ് ജനറസ്. ജനറസ് എന്ന് പറഞ്ഞാൽ ഉദാരമതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്, കൈൻഡ്. ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉദാരമതി എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി, പൈസ ആണെങ്കിലും അങ്ങനെയുള്ള ടൈപ്പൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൈൻഡ് എന്നുള്ളതാണ് എന്താ അതിൻ്റെ ഒരു സെയിം മീനിങ് ആയിട്ട് വരുന്നത്. അവിടെ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട, ബാക്കി വേർഡ്സും കൂടി നോക്കാം. സെൽഫിഷ് ഒരിക്കലും എന്തല്ല ഇപ്പം പറഞ്ഞ ജനറസ് എന്ന വേർഡിൻ്റെ മീനിങ് ആയിട്ട് ചേർന്ന് വരുന്നില്ല. ഗ്രീഡി ഒരിക്കലും എന്താവില്ല, ഗ്രീഡി ആയിട്ടുള്ള ഒരാൾ ജനറസ് ആയിരിക്കില്ല. ഓക്കെ, മീൻ എന്ന് പറയുന്നത് എന്താ, അത് ഒരിക്കലും നമ്മുടെ ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്ന വേർഡല്ല. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താൽ പിന്നെന്താണ്, കൈൻഡാണ് ഈ ജനറസ് ആയിട്ട് ഏറ്റവും അടുത്ത മീനിങ് വരുന്ന വേർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടിമിഡ്. ടിമിഡ് എന്ന് പറഞ്ഞാൽ ഭീരു എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ 4 ഓപ്ഷൻസ് നോക്കാം. ഷൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുതരം ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ മടിയുള്ള അല്ലെങ്കിൽ പേടിയുള്ള ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ഷൈ എന്ന് പറയാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കുക, ബോൾഡ്. ഒരിക്കലും എന്തല്ല, ബോൾഡിൻ്റെ അർത്ഥം എന്താ, ധീരൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും ടിമിഡിൻ്റെ മീനിങ് ആയിട്ട് വരില്ല. ഓക്കെ, സ്ട്രോങ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ടിമിഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നില്ല. കോൺഫിഡൻറ്റും എന്ത് ചെയ്യുന്നില്ല, ടിമിഡിൻ്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്താ, ഷൈ ആണ് ടിമിഡിൻ്റെ സിനോണിമായിട്ട് വരുന്നത്. ഇനി അഫ്ലുവൻറ്റ്, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഫ്ലുവൻറ്റ്. അഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്പന്നമായതെന്നൊക്കെയാണ് അഫ്ലുവൻറ്റ് മീനിങ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 4 ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷൻ റിച്ച്. റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സമ്പന്നമായെന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. ബാക്കി 3 ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ എന്താ, പൂർ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരിക്കലും എന്ത് ചെയ്യില്ല, അഫ്ലുവൻറ്റ് സമ്പന്നമായ എന്ന മീനിങ്ങിൽ വരുന്നില്ല. നീഡി. നീഡി എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള, അത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്ന ആളുകളാണ് നമ്മൾ നീഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യില്ല, അഫ്ലുവൻ്റ് എന്ന മീനിങ് ആയിട്ട് ചേർന്ന് വരുന്നില്ല. പിന്നെന്താ, സ്റ്റാർവിങ്. സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ള ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, സമ്പന്നമായ ഇതിൽ വരുന്നില്ല. അപ്പോൾ അവിടെ നമ്മുടെ കറക്റ്റ് സിനോണിം എന്താ, അഫ്ലുവൻ്റെ കറക്റ്റ് സിനോണിം വരുന്നത് റിച്ച് ആണ്. ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രെയിൽ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്രെയിൽ. ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ ദുർബലമായ. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസ് നോക്കിയാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, സ്ട്രോങ് ആണ്. അപ്പോൾ ഒരിക്കലും ഫ്രെയിലിൻ്റെ സിനോണിമായിട്ട് എന്ത് വരില്ല, സ്ട്രോങ് വരുന്നില്ല. വീക്ക്, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, ദുർബലമായെന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് എന്ത്, ഫ്രെയിലിൻ്റെ കറക്റ്റ് സിനോണിം വരുന്നത്. ബാക്കി രണ്ടും എന്തല്ല ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 3ലേക്ക് പോവാം. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് ലീനിയൻറ്റ്. എന്താണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ള, ആന്റോണിം ആണ്. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലീനിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലീനിയൻ്റ് റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മൃദുവായിട്ടുള്ള നിയമങ്ങൾ. അതുപോലെ നമ്മൾ ചില ഇടത്തുള്ള സെക്യൂരിറ്റി ഗാർഡ്, ചില ഹോസ്റ്റൽ പോലെയുള്ള സെക്യൂരിറ്റീസിനൊക്കെ നമ്മൾ ലീനിയൻ്റ് ആണെന്ന് പറയും. അതായത് അവിടെയുള്ള റൂൾസ് അയാൾ എന്ത് ചെയ്യില്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യില്ല. അയാൾക്ക് എപ്പോഴും അവിടെയുള്ള സ്റ്റുഡൻസിനോട് എന്തായിരിക്കും, ഒരു മൃദു സമീപനമായിരിക്കും. ഓക്കെ, അങ്ങനെ കോൺടെക്സ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ 3 ഓപ്ഷൻസ് നമ്മുടെ 4 ഓപ്ഷൻസ് നോക്കാം. ജനറസ്. ജനറസിൻ്റെ മീനിങ് നമ്മൾ നേരത്തെ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു, എന്താണ്, ഉദാരമതിയായിട്ടുള്ള. അപ്പോൾ ഉദാരമതിയായിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും, ലീനിയൻ്റ് ആവാം. അപ്പോൾ ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല, നമ്മുടെ ലീനിയൻ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നില്ല. അടുത്ത വേർഡ് എന്താ, ഹെൽപ്ഫുൾ. ഇതും ഒരിക്കലും എന്ത് ചെയ്യില്ല, ലീനിയൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കർശനം. അപ്പോൾ എന്താ, ലീനിയൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കർശനമാണ്. അതായത് ലീനിയൻ്റ് എന്താ, സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ തന്നെ എന്ത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് കർശനമാണ്. അപ്പോൾ റൂൾസ് ഒക്കെ എന്തായിരിക്കും, കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, സെയിം വേ എന്താണ്, ലീനിയൻ്റെ ആന്റോണിമായിട്ട് വരുന്നത് സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഇതിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക്
അറിയില്ല, ആ ഒരു ഓപ്ഷൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല എന്ന കേസ് വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ തന്നിരിക്കുന്ന വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കുക. അതിൽ ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന മൂന്നെണ്ണം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ബാക്കി വരുന്ന ആൻസർ ആയിരിക്കും, ബാക്കി വരുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കാം. ഓക്കെ, ആ ഓരോ വേർഡ്സും നമ്മൾ എന്താ ഓരോ കോണ്ടെക്സ്റ്റിൽ വെച്ച് മീനിങ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്കൊരു അഞ്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിലിജന്റ് ആണ്. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ള എന്നാണ് ഡിലിജന്റ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആന്റോണിം കാണണം. അപ്പോൾ ഒന്നാമത്തെ മീനിങ് എന്താ, ഒന്നാമത്തെ വേർഡ് എന്താ, ലേസി. ലേസി എന്ന് പറഞ്ഞാൽ എന്താ, മടി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഡിലിജന്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഉത്സാഹമുള്ളത് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ലേസി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, ഈ ഹാർഡ് വർക്കിംഗ്, ആക്റ്റീവ്, ബ്യൂസി ഇതൊന്നും എന്ത് ചെയ്യില്ല, ഡിലിജന്റിന്റെ അല്ലെങ്കിൽ ഉത്സാഹമുള്ള ഒരാളുടെ ഐ മീൻ ഉത്സാഹം എന്നുള്ള ഒരു മീനിങ്ങിന്റെ ആന്റോണിമായിട്ട് വരില്ല. ഓക്കെ, ഇനി സെക്കൻഡ് വേർഡാണ് ടിമിഡ്. ടിമിഡ് എന്ന് പറഞ്ഞ ബീരോ. ഓക്കെ, അപ്പോൾ ഷൈ എന്താണ്, സെയിം മീനിങ് വരുന്ന വേർഡാണ്. അപ്പോൾ ഇതൊരിക്കലും ആന്റോണിം ആവില്ല. ഇനി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആത്മവിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ക്വയറ്റ്, ഹെസിറ്റന്റ് ഒന്നും എന്ത് ചെയ്യില്ല, ടിമിഡിന്റെ ആന്റോണിമായിട്ട് വരുന്നില്ല. അപ്പോൾ അവിടെ എന്താ, കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം. ഓക്കെ, ദാറ്റ് വിൽ കം ആസ് ഇതിന്റെ ആന്റോണിമായിട്ട് വരും. ഓക്കെ, ഇനി ഡെഫിഷ്യന്റ്. ഡെഫിഷ്യന്റ് എന്ന് വെച്ചാൽ അവിടെ കുറവുണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും തിങ്സ്, എന്തെങ്കിലും കമ്മോഡിറ്റീസ് എന്തെങ്കിലും നമ്മൾ കുറവാണെന്ന് പറയുമ്പോഴാണ് ഡെഫിഷ്യന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നോക്കാം. ലാക്കിംഗ്, സഫിഷ്യന്റ്, ഷോർട്ട്, ഇൻഅഡിക്വേറ്റ്. അപ്പോൾ ലാക്കിംഗ് എന്താ, സെയിം മീനിങ് വരുന്ന വേർഡാണ്. ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കുറവുണ്ട്. അതുപോലെ ലാക്ക് എന്ന് പറഞ്ഞാലും എന്താണ്, അവിടെ കുറവുണ്ട് എന്ന് തന്നെയാണ് എന്ത്, അത് അഭാവം. ഓക്കെ, അതാണ് ലാക്കിങ്ങിന്റെ മീനിങ്. ഓക്കെ, സഫിഷ്യന്റ്. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യമുള്ള അളവിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിഷ്യന്റ് നേരെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും, ആന്റോണിം എന്തായിരിക്കും, സഫിഷ്യന്റ് ആണ്. ഓക്കെ, ബാക്കി 2 വേർഡിന്റെ മീനിങ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഈ ഡെഫിഷ്യന്റ് എന്ന വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നതാണ്. ഷോർട്ട് എന്താ, ആവശ്യത്തിന് മധ്യ അളവിൽ ഇല്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഷോർട്ട് പറയാം. ഫെൽ ഷോർട്ട് ഓഫ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ല, മാച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആവശ്യത്തിനുള്ള ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇൻഅഡിക്വേറ്റ്, ആവശ്യമായ അളവിൽ എന്ത് ഇല്ല എന്നൊക്കെ പറയാനാണ് ഇൻഅഡിക്വേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഡെട്രിമെന്റൽ. ഡെട്രിമെന്റലിന്റെ മീനിങ് ഹാനികരം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആന്റോണിം കാണണം. ഇതിന്റെ ആന്റോണിം കാണാനായിട്ട് നമ്മൾ 4 ഓപ്ഷൻസിന്റെ മീനിങ് നോക്കുക. ബെനഫിഷ്യൽ. ബെനഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗുണകരമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ആന്റോണിം കിട്ടി. ഓക്കെ, ഹാനികരം, അതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്ത്, ഡെട്രിമെന്റലിന്റെ ആന്റോണിമായിട്ട് വരുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ എന്താ, ഡെട്രിമെന്റലിന്റെ സെയിം മീനിങ് വരുന്ന വേർഡാണ് ഹാംഫുള്ളും, ഡേഞ്ചറസും, റിസ്കിയും. ഓക്കെ, ഹാംഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം മീനിങ് തന്നെയാണ് ഹാനികരം, അല്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് മോശമായിട്ട് ഇത് വരുന്ന ടൈപ്പാണ് എന്ത്, ഹാംഫുൾ എന്ന് പറയാം. അപകടം ഉണ്ടാക്കുന്നത് എന്നൊക്കെ തരത്തിലാണ് ഹാംഫുൾ പറയുന്നത്. സെയിം തന്നെയാണ് എന്ത്, ഡേഞ്ചറസ്. അതുപോലെ തന്നെ റിസ്കി എന്ന് പറയുന്നത് എന്താണ്, ഒരു അപകടാവസ്ഥയെ തന്നെ മീൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ആന്റോണിമായിട്ട് വരുന്നത് ബെനഫിഷ്യൽ ആണ്. ഇനി ടെമ്പററി, ലാസ്റ്റ് വേർഡാണ് ടെമ്പററി. ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികം എന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ നിങ്ങൾ ബാക്കി 4 ഓപ്ഷൻസിന്റെ മീനിങ് നോക്കുക. പെർമനന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരം. അപ്പോൾ അതാണ് എന്ത്, ടെമ്പററി എന്നതിന്റെ ആന്റോണിമായിട്ട് വരുന്നത്. ഷോർട്ട് ലിവ്ഡ്, ഇൻസ്റ്റന്റ്, ബ്രീഫ് ഇതൊക്കെ എന്താണ്, ടെമ്പററി, താൽക്കാലികം എന്നുള്ള മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ടെമ്പററിയുടെ ആന്റോണിമാണ് പെർമനന്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 4 നോക്കാം. ക്വസ്റ്റ്യൻ 4, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റ് നോക്കുക. ഇവിടെ നമുക്കൊരു റൂൾ ഉണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, നോ സൂണർ ഡിഡ് വി ഗോ ഔട്ട് ഓൺ ദ റോഡ് ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ ഹെവിലി. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ഓരോ വേർഡ് എടുത്ത് അവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരു റൂൾ ഉണ്ട്. ആ റൂളാണ് നോ സൂണർ എന്ന് വരുമ്പോൾ ദാൻ അവിടെ ഉണ്ടായിരിക്കും. ഇതൊരു പെയറായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ,
നോ സൂണർ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദാൻ ഇൻ കറക്റ്റ് ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ആക്ഷൻസ് നടക്കുമ്പോൾ അതിനെ കോറിലേറ്റ് ചെയ്ത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. അതായത് ഒരു കാര്യം നടന്ന ഉടനെ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്ന, അങ്ങനെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ കോറിലേറ്റീവ് കൺജങ്ഷൻ അല്ലെങ്കിൽ ഈ നോ സൂണർ ദാനൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, ഇവിടെ ഈ മീനിങ്ങിൻ്റെ ഈ കൊടുത്ത സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? നോ സൂണർ ഡിഡ് വി ഗോ ഔട്ട് ഓൺ ദ റോഡ് ഇറ്റ് ബിഗാൻ ടു റെയിൻ ഹെവിലി. നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായിട്ടുണ്ട്, അവിടെ മഴ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ, രണ്ട് കാര്യങ്ങൾ അവിടെ ചേർത്ത് പറയുന്നുണ്ട്. ഒന്ന് നടന്നതിന് ശേഷമാണ് എന്ത്, മറ്റേത് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് ഇൻവേർട്ടഡ് സ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ നോർമൽ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് വന്നതിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരിക. ഇവിടെയോ, ഇവിടെ എന്താണ്, ഇവിടെ ആദ്യം ഓക്സിലറി വെർബ് വന്നിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, വി എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ഇത്തരം സെൻറ്റൻസുകളാണ് ഇൻവേർട്ടഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, നോ സൂണർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇവിടെ വേറെ ദാൻ അത് ആ ഒരു സെൻറ്റൻസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊരു പെയറായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് കൺജങ്ഷൻസ് ദാറ്റ് വർ ടുഗദർ ടു കണക്ട് വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ്. ഇതുപോലെ രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം നടന്ന് മറ്റൊരു കാര്യം നടന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലിങ്ക് ചെയ്യാനാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇൻവേർട്ടഡ് സെൻറ്റൻസസ് അല്ല ഇവിടെ ഉള്ളത്. ഓക്കെ, എയ്തർ ഓർ, യു ക്യാൻ എയ്തർ സ്റ്റേ ഹോം ഓർ ഗോ ടു ദ പാർട്ടി. ഇവിടെ എന്താ, ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് സബ്ജക്റ്റ് തന്നെയാണ്, അതിനുശേഷമാണ് ഓക്സിലറി വെർബ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻവേർട്ടഡ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ല. പിന്നെ വരുന്നതാണ് നെയ്തർ നോർ, ഷീ ഈസ് നെയ്തർ ഇൻട്രസ്റ്റഡ് നോർ അവൈലബിൾ. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ജോയിൻ ചെയ്ത് വെക്കുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. ബോത്ത് ആൻഡ്, ഹീ ഈസ് ബോത്ത് ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇവിടെ എന്താ, രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയുന്നുണ്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഷീ ഈസ് നോട്ട് ഓൺലി ഗ്രേറ്റ് സിംഗർ ബട്ട് ഓൾസോ ടാലൻറ്റഡ് ഡാൻസർ. ഇവിടെ എന്താ, ഇതൊക്കെ ഒരു പെയറായിട്ട് വരും. അപ്പോൾ ഈ എയ്തർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ എന്തായിട്ടും ഓർ ഉണ്ടായിരിക്കണം. നെയ്തർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ സെൻറ്റൻസിൽ നോർ ഉണ്ടായിരിക്കണം. ബോത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും, അവിടെ ഒരു ആൻഡ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്തിട്ടാണ് ആ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ വരുന്നതാണ് വെദർ ഓർ, ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്, വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാണ് ആ മീനിങ്, ആ വേർഡ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻവേർഷൻ വരുന്നിടത്തും നേരത്തെ നമ്മൾ കണ്ടത് ഇൻവേർഷൻ ഇല്ലാത്ത ടൈപ്പാണ്. ഇവിടെ ഇപ്പോൾ ഇൻവേർഷൻ വരുന്ന ടൈപ്പ് നോ സൂണർ ദാൻ പോലെ തന്നെ വരുന്ന മറ്റ് ചില പെയേഴ്സാണ് അടുത്ത് പറയുന്നത്. സ്കാർസ്ലി വെൻ, സ്കാർസ്ലി ഹാഡ് ദേ സ്റ്റാർട്ടഡ് ദ ഗെയിം വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കളി തുടങ്ങിയിട്ടുണ്ട് എന്നാണ്, ആ ഒരു മാച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ എന്താ, ആദ്യം തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്, അതിന് ശേഷമാണ് എന്ത് പറയുന്നത്, സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇൻവേർട്ടഡ് സെൻറ്റൻസ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വരുന്ന അടുത്ത പേരാണ് നോ സൂണർ ദാൻ. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ക്വസ്റ്റനിൽ കണ്ട സെയിം എക്സാമ്പിളാണ്. നോ സൂണർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ദാൻ ആ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കാം. അടുത്ത ടൈപ്പ് ഓഫ് കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ് എന്ത്, ഹാർഡ്ലി വെൻ. ഹാർഡ്ലി വെൻ, ഇത് രണ്ടും എന്താണ്, ഇതും പെയറായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഹാർഡ്ലി, ഹാർഡ് ഷീ സാറ്റ് ഡൗൺ വെൻ ദ ഫോൺ റാങ്. ഫോൺ റിങ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവരവിടെ ഇരുന്ന് പോയി. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. അവിടെ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം സംഭവിച്ചു അതിനുശേഷം മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുകയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ബെയർലി വെൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ എന്തായിരിക്കും, ഒരു പെയറായിട്ടാണ് ഉണ്ടാവേണ്ടത്. നോർമലി സെൻറ്റൻസുകളിൽ ഇതൊരു പെയറായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 5 നോക്കാം. ഇത് പ്രിപ്പോസിഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഹി ഷൗട്ടഡ് ഡാഷ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ബട്ട് നോബഡി ഹിയർഡ് ഹിം. എന്താ സെൻറ്റൻസ് പറയുന്നത്, അയാളുടെ ശബ്ദത്തിൻ്റെ പരമാവധി ഉപയോഗിച്ചെങ്കിലും ആരും എന്ത് ചെയ്തില്ല, അയാളെ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4 ഓപ്ഷൻസിൽ ഏതെടുക്കണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അറ്റാണ്. ഇനി എങ്ങനെ ആ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തി നോക്കാം. അറ്റ് എന്ന് പറയുന്നത്
ഒരു പോയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൊക്കേഷൻ, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ലൊക്കേഷൻ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റ് യൂസ് ചെയ്യുന്നത്. അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ, അയാളുടെ പരമാവധി ശബ്ദത്തിൽ. അപ്പൊ അവിടെ എന്താ, അയാളുടെ ശബ്ദത്തിന്റെ പരമാവധി ശബ്ദം എന്ന് പറയുമ്പോൾ അത് ഒരു സർട്ടൈൻ പോയിന്റ് ആയി. ഓക്കെ, ഇനി എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് വന്നില്ല എന്നുള്ള കാര്യം നോക്കാം. ഇപ്പൊ ഓണും അപ്പോണും ഒക്കെ എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തില്ല എന്ന് നോക്കാം. ഈ ഓൺ ആൻഡ് അപ്പോണൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സർഫസിന്റെ മുകളിൽ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓണും അപ്പോണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യില്ല, ഒരിക്കലും മാക്സിമം വോളിയം വരുമ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അത് എന്തെങ്കിലും ഒരു സർഫസോ അങ്ങനത്തെ ഒന്നും അല്ല. ഓക്കെ, മാക്സിമം വോളിയം എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ലൊക്കേഷൻ ആണ്. അയാളുടെ ആ സൗണ്ടിന്റെ മാക്സിമം പോയിന്റ് ആണ് അവിടെ പറയുന്നത്. ഇനി വിത്ത് എന്നുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് വന്നില്ല? വിത്ത് ശരിക്കും എന്താണ്, അവിടെ എന്തെങ്കിലും ഒരു അക്കമ്പനിമെന്റ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടോ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് അത് പറയുന്നത്. ഒരിക്കലും അയാളുടെ മാക്സിമം പോയിന്റ് ഓഫ് സൗണ്ട് ഒരിക്കലും എന്തല്ല ഒരു ടൂളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അറ്റാണ് എന്താ അവിടെ കറക്റ്റ് ഓപ്ഷൻ. എന്താ അത്, അയാളുടെ പിന്നെ മാക്സിമം പോയിന്റ് ഓഫ് സൗണ്ട്, അത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് വോയിസ് ആണ് എന്ത് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അറ്റാണ് അവിടെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. സെലക്ട് എ വേർഡ് ഓർ ഫ്രേസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഓക്കെ, താഴെ കൊടുത്തിട്ട 4 ഓപ്ഷനിൽ ഒരു വേർഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് തന്നിരിക്കുന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. എന്താ അവിടെ തന്നിരിക്കുന്ന സെന്റൻസ്? ദേ നീഡ് നോട്ട് വെറി. ഇതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇതിനെ നെഗേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അപ്പുറത്ത് എഴുതിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, നീഡ് ദ ആണ്. കാരണം എന്താ, ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്, ദേ നീഡ് നോട്ട് വെറി. ഓക്കെ, അപ്പോൾ അവിടെ എന്താ, ഇതിനെ നെഗേറ്റ് ചെയ്യുക, വെർബിനെ നെഗേറ്റ് ചെയ്യുക, നീഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്ജക്റ്റ് എന്താണ്, ദേ. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആകേണ്ടായിരിക്കാം. ഇനി ഇവിടെ ഇപ്പം നമ്മൾ ഇതിൽ ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത് അവിടെ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതിന് ഒരു റൂൾ ഉണ്ട്. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വെർബ് നോക്കാം. ഈ വെർബ് ഓക്കെ, ഇത് മോഡൽ വെർബ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഈ മോഡൽ വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എന്താ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ സെന്റൻസ് പറയുകയാണെങ്കിൽ, ഹി നീഡ്സ് ഹെൽപ്പ്. ഈ സമയത്ത് ഇവിടെ എന്താ, ഈ നീഡ് എന്ന് പറയുന്ന ഒരു മോഡൽ വെർബല്ല, അത് ഒരു മെയിൻ വെർബാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഡസൻറ്റ് ഹി എന്നാക്കണം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ എന്താ, ഇവിടെ ഇപ്പം നമ്മൾ നീഡ് യൂസ് ചെയ്തിരിക്കുന്നത് മോഡൽ വെർബായിട്ടാണ്. അതായത് മസ്റ്റ്, ക്യാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ മോഡൽ വെർബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് പറയുന്നത്, ഡു ദേ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നീഡ് എന്ന് പറയുന്നത് ചില സമയത്ത് എന്തായിരിക്കും, അത് അവർ യൂസ് ചെയ്തിരിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത് ചിലപ്പോൾ മോഡൽ വെർബായിരിക്കും, മെയിൻ വെർബായിരിക്കും. അപ്പോൾ നമ്മൾ ആ സെന്റൻസ് വായിച്ചു നോക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലുള്ള പോലെ നീഡ് നോട്ട് എന്നൊക്കെ തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നീഡ് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അവിടെ ഈ നീഡിന്റെ യൂസ് എന്താ, മോഡൽ വെർബായിട്ടായിരിക്കും. പക്ഷെ രണ്ടാമത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താ, ഹി നീഡ്സ് ഹെൽപ്പ് അല്ലെങ്കിൽ ദേ നീഡ് ഹെൽപ്പ്, അങ്ങനെയുള്ള കേസിലൊക്കെ നീഡ് യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്, അത് മെയിൻ വെർബാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ടാക്സ് ചെയ്യുന്ന സമയത്ത് എന്താ, നീഡ് നോർമൽ വെർബായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നീഡ് എന്നുള്ളത് ഒരു മോഡൽ വെർബായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഇപ്പം എന്താ ഈ ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ നീഡ് നോട്ട് എന്നൊക്കെ തുടങ്ങുന്നതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നീഡ് ദേ എന്ന് ഇത് തന്നെ ഈ ഒരു വെർബ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഈ ഒരു നീഡ് ഒരു മെയിൻ വെർബായിട്ട് വരുന്ന സമയത്ത് ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇപ്പം എന്താ, ദേ നീഡ് ഹെൽപ്പ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, അവിടെ ഇപ്പം ദേ ഡോണ്ട് നീഡ് ഹെൽപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഡു ദേ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നീഡ് എന്താണ്, മെയിൻ വെർബാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള എന്താ,
ക്വസ്റ്റ്യൻ ഉള്ളത് ദേ നീഡ് നോട്ട് വെറി. ഇവിടെ എന്താ നീഡ് നോട്ട് എന്നാണ്. അപ്പോൾ ഇത് മോഡൽ വെർബാണ്. ഓക്കെ, മോഡൽ വെർബാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് തന്നെ നെഗേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. മെയിൻ വെർബാണെന്നുണ്ടെങ്കിൽ ഡു യൂസ് ചെയ്യുക, മോഡൽ വെർബാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നെഗേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 7ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ സെന്റൻസ് ഹാസ് ബീൻ ഗിവൺ വിത്ത് എ ബ്ലാങ്ക് ടു ബി ഫിൽഡ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് വേർഡ്. ഓക്കെ, ഈ ഒരു സെന്റൻസിൽ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരിക്കും. നമ്മുടെ 4 ഓപ്ഷൻസിൽ എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റുള്ള വേർഡ് യൂസ് ചെയ്ത് ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഏതായി സെന്റൻസ്? മോർ ദാൻ എ ഡെക്കേഡ് ഹാസ് പാസ്ഡ് സിൻസ് ദിസ് ഹൗസ് വാസ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബിൽഡ്, ബിൽട്ട്, ഈസ് ബിൽഡ്, ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇത് ഒരു പാസീവ് വോയിസ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് വരുന്ന സമയത്ത് അവിടെ എന്താ റൂള് വരുന്നത്? പാസീവ് വോയിസ് വരുന്ന സമയത്ത് അവിടുത്തെ റൂള് വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരിക. ഓക്കെ, എന്താണ് അവിടെ ഉള്ള ഇവിടെ ഒരു വെർബാണ് മിസ്സിങ്. ഓക്കെ, അതിൻ്റെ കൂടെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതെങ്ങനെ പാസീവ് വോയിസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? കാരണം ഇവിടെ എന്താ പറയുന്നത്, ആരെങ്കിലും ഈ വീട് ബിൽഡ് ചെയ്തു എന്നാണ് പറയുന്നത്? ഇല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ എംഫസൈസ് ചെയ്യുന്നത്? ആ ഒരു ഹൗസിനെ തന്നെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കേസിൽ അങ്ങനെ വരുമ്പോൾ പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും, ഈ വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളൊരു ഫോം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബിൽഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ബിൽറ്റ് ആണ്. സോ ബിൽറ്റ് ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ, ഡിസ്ട്രിബ്യൂട്ട് ദ സീറ്റ്സ് ഈക്വലി ഡാഷ് ഫോർ ചിൽഡ്രൻ. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്, ഇൻ കൊടുത്തിട്ടുണ്ട്, എമംഗ് കൊടുത്തിട്ടുണ്ട്, ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഇന്നായിരിക്കോ? ഇന്നൊരിക്കലും എന്ത് ചെയ്യില്ല. ഇന്ന് പറഞ്ഞാൽ എന്താ, നോർമലി എന്തിനെങ്കിലും ഉള്ളിൽ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഇന്നല്ല. ത്രൂ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഹി വാക്ക് ത്രൂ ദ പാർക്ക് എന്ന് പറയുന്നത് പാർക്കിലൂടെ അയാൾ നടന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ത്രൂ ഒരിക്കലും ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നില്ല. പിന്നെന്താ, പിന്നെ നമ്മൾ ബിറ്റ്വീനിലും എമങ്ങിനും ഇടയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ആൻസർ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എമങ് ആണ്. ഓക്കെ, ഇനി എമങ് എങ്ങനെ വന്നു നോക്കാം. ഓക്കെ, അതായത് മോർ ദാൻ 2 പീപ്പിൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസിൽ നമ്മൾ എന്താ എമംഗ് എന്നാ പറയാ. 2 ആൾക്കാർ മാത്രമുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബിറ്റ്വീൻ എന്ന് പറയാ. ഇപ്പോ ഷീ ഷെയർഡ് ദ ചോക്ലേറ്റ് ഡാഷ് ഹെയർ 2 ഫ്രണ്ട്സ് എന്നായിരുന്നെങ്കിലോ അവിടെ നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. കാരണം എന്താ, അവിടെ രണ്ട് ആൾക്കാരെ അവിടെ ഉള്ളൂ. ഓക്കെ, ഇവിടെ പക്ഷെ എന്താ, മോർ ദാൻ 2 ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മോർ ദാൻ 2 ആൾക്കാരോ അല്ലെങ്കിൽ വസ്തുക്കളോ ഉള്ള സമയത്ത് നമ്മൾ അവിടെ എമംഗ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ, ദ ടീച്ചർ ഡിവൈഡഡ് ദ ബുക്സ് എമംഗ് ദ സ്റ്റുഡൻസ്. അതൊരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ലൈക്ക് ദ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഈ എമംഗ് വെച്ച് വായിച്ചു നോക്കുമ്പോൾ എന്താ, ഡിസ്ട്രിബ്യൂട്ട് ദ സ്വീറ്റ്സ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻ. ഓക്കെ, 2 ചിൽഡ്രൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബിറ്റ്വീൻ യൂസ് ചെയ്യാം. 4 ആയതുകൊണ്ട്, അതായത് മോർ ദാൻ 2 വന്നതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, എമംഗ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, എമംഗ് എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് 4 alternatives, select the alternative which is best substitute of the phrase that which cannot be believed. ഓക്കെ, അതായത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന മീനിങ് വരുന്ന വേർഡ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഈ 4 എണ്ണത്തിൽ നിന്നും സെലക്ട് ചെയ്യാം. നമുക്ക് 4 എണ്ണത്തിന്റെ മീനിങ് നോക്കാം. ഓസം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഓക്കെ, നമ്മൾ 4 ഓപ്ഷൻസിന്റെ മീനിങ് എടുത്ത് നോക്കാം. ഓക്കെ, ഓസം എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രീംലി ഇംപ്രസീവ് ഓർ അമേസിങ്. അതായത് വിശ്വസിക്കാൻ പറ്റാത്തതെന്നുള്ളൊരു മീനിങ് വരുന്നില്ല,
അതായത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും, അതുപോലെ കാണാൻ കുറച്ചുകൂടി എന്തെങ്കിലും കുറച്ച് അത്ഭുതം ഉണ്ടായിരിക്കും, എങ്കിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് അതിന്റെ മീനിങ് വരുന്നില്ല. ഓക്കെ. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ബിലീവബിൾ ഓർ ട്രസ്റ്റ് വർത്തി, വിശ്വസിക്കാൻ പറ്റുന്നത് എന്നൊക്കെയാണ് എന്ത് ക്രെഡിബിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഒരാളെ പറ്റി നമ്മൾ പറയുന്ന ഓക്കെ, ഒരാൾ വിശ്വാസയോഗ്യനാണെന്നൊക്കെ പറയുമ്പോഴാണ് എന്ത് ക്രെഡിബിൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇൻഎഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇൻഎഫക്റ്റീവ് എന്ന മീനിങ് ഒരിക്കലും നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വേർഡ് ആ ഒരു ഫ്രേസിൽ ഇതിലേക്ക് വരില്ല. കനോട്ട് ബിലീവ് എന്നുള്ള ആ ഒരു മീനിങ്ങിലേക്ക് വരുന്നില്ല. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഇൻക്രെഡിബിൾ ആണ്. ഓക്കെ. ഇൻക്രെഡിബിൾ എന്നാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇൻക്രെഡിബിളിന്റെ മീനിങ് എന്താ? മീൻസ് സംതിങ് ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ് ഓർ ഇസ് ടു എക്സ്ട്രാ ഓർഡിനറി ടു ബി ട്രൂ. ഓക്കെ. എന്താണ് ഇൻക്രെഡിബിളിന്റെ മീനിങ്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിച്ച് കനോട്ട് ബി ബിലീവ്ഡ് എന്ന സെയിം മീനിങ് വരുന്നത് ഇൻക്രെഡിബിളിനാണ്. ഓസം ഒരിക്കലും ആവുന്നില്ല. ക്രെഡിബിൾ, ഇൻഎഫക്റ്റീവ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു അവിടെ ഉദ്ദേശിക്കുന്ന കറക്റ്റ് കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡല്ല. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 10. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഓക്കെ. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടായിരിക്കും. അത് എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്യാം. ഓസ്ട്രേലിയ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രീപൊസസിങ് കൺട്രി ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ഇതിൽ എവിടെയാണ് പ്രശ്നം? ഓസ്ട്രേലിയ ഈസ് വൺ എന്ന് പറയുന്നിടത്ത് പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീപൊസസിങ്, അവിടെ ശ്രദ്ധിക്കാം. ഓക്കെ. കൺട്രി എന്ന് പറയുന്നത് അവിടെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ എറർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ് നമ്മുടെ എറർ ആയിട്ട് വരുന്നത്. എന്താ കാരണം? വൺ ഓഫ് ദ മോസ്റ്റ് പ്രീപൊസസിങ് എന്നാ പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രീപൊസസിങ് എന്ന് പറയുമ്പോൾ ഇവിടെ കൺട്രി എന്ന് പറഞ്ഞാൽ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രീസ് എന്ന് മെൻഷൻ ചെയ്യണം. കാരണം എന്താ? വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ എന്താ? ഒരുപാട് എണ്ണം ഉള്ളതിൽ നിന്നും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ അത് ഒന്നിൽ നിന്ന് നമ്മൾ എന്തില്ല ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ? ഒരുപാട് എണ്ണമുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പ്ലൂറൽ യൂസ് ചെയ്യണം. ഓക്കെ. വൺ ഓഫ് ദ മോസ്റ്റ് പ്രീപൊസസിങ് കൺട്രീസ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എറർ വന്നിരിക്കുന്നത് എവിടെയാണ്? വൺ ഓഫ് ദ മോസ്റ്റ് പ്രീപൊസസിങ് എന്നുള്ള ഭാഗത്താണ് നമ്മുടെ എറർ വന്നിരിക്കുന്നത്.